ഹായ് ഫ്രണ്ട്സ്, beevis വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഫ്ലോട്ടിംഗ് ലോട്ടസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പിസ്ത ഷെൽസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഭംഗിയുള്ള ഒരു ഹോം ഡെക്കർ ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു നല്ല ഭംഗിയുള്ള ലോട്ടസ് പോണ്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പിസ്ത ഷെൽസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ലോട്ടസ് ഫ്ലവേഴ്സ് തയ്യാറാക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണിതെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് വേണ്ടത് ഇതേപോലെയുള്ള ഒരു തെർമോക്കോൾ ഷീറ്റാണ്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ തെർമോക്കോൾ ഷീറ്റ്, പിന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു ബ്ലേഡ് ആവശ്യമാണ്. ഇനി അത് കട്ട് ചെയ്യുമ്പം നമ്മളെ മേശയൊക്കെ മുറിഞ്ഞ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള നമ്മുടെ ഗ്ലൂ ഗണ്ണ്. അപ്പോൾ ആദ്യം തന്നെ ഈ തെർമോക്കോളിൻ്റെ ഷീറ്റ് ഞാൻ ഇതേപോലെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്, കട്ടിംഗ് ബോർഡിൽ. ഇനി അതിനെ നമുക്ക് ചെറിയ സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതൊരു ബോട്ടിലിൻ്റെ അടപ്പാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു സർക്കിള് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇതിൻ്റെ സർക്കിള് മാർക്ക് ചെയ്യുകയാണ്. അടുത്തത് ഒരു ചെറിയ സർക്കിള് കിട്ടാൻ വേണ്ടി ഞാൻ അക്രിലിക് പെയിൻറ്റിൻ്റെ ലിഡ് വെച്ചിട്ടാണ് സർക്കിൾ വരയുന്നത്. അങ്ങനെയുള്ള 2 സർക്കിൾസ് മാർക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ വരച്ച സർക്കിളിനേക്കാളും ഒക്കെ വലിയൊരു സർക്കിൾ കിട്ടാൻ വേണ്ടി ഇതേപോലെ ഞാൻ ഗ്രീൻ ടാപ്പിൻ്റെ ഒരു യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരെയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വലിയ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് 4 സർക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെയുള്ള തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡ് ആവശ്യമാണ്. അല്ലെങ്കിൽ സാധാ ബ്ലേഡ് കൊണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ സർക്കിൾസ് ഷേപ്പ് മാറിപ്പോകാതെ 4 സർക്കിൾസും നന്നായി ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ 4 സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു ലോട്ടസ് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഒരു മീഡിയം സൈസിലുള്ള സർക്കിളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ലോട്ടസ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സെൻറ്റർ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫെവിക്കോളോ ഏതെങ്കിലും ഒരു പശ യൂസ് ചെയ്യുക. സെൻറ്ററിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ 2 പിസ്ത ഷെല്ല് ചേർത്ത് നിർത്തി, അടച്ചു വെച്ചതുപോലെ ചേർത്ത് നിർത്തി അതിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിക്കോളാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇനി അതിൻ്റെ ഇതേപോലെയുള്ള ഭാഗത്ത് 2 പിസ്ത ഷെല്ല് യോജിക്കുന്ന ആ ഭാഗത്ത് വേറെ ഓരോ പിസ്ത ഷെല്ല് വെച്ച് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുക, അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ സർക്കിള് മുഴുവനായിട്ട് ഇതേപോലെ
നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, അതായത് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് പിസ്ത ഷെല്ല് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. അവിടെയൊക്കെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രോസസ്സിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തതിൽ ചെറിയ 2 ലോട്ടസ്, ഒരു വലിയ ലോട്ടസും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഒരു ലോട്ടസ് കൂടി തയ്യാറാക്കാനുണ്ട്, അതും തയ്യാറാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിന് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ യെല്ലോ കളറും ഒരു റോസ് പിങ്ക് കളറുമാണ്, ഡാർക്ക് പിങ്ക് കളറ്. അപ്പോൾ യെല്ലോ കളർ പെയിൻറ്റ് ഇതേപോലെ സെൻറ്ററിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റാണ് യെല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്, എൻ്റെ കയ്യിൽ അതാണ് ഉള്ളത്. അപ്പം ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം നമ്മൾ വെള്ളത്തിലാണ് ഇത് വെക്കുന്നത്. അപ്പം വെള്ളമൊക്കെ തട്ടുമ്പോൾ നമുക്ക് കളറ് പോവില്ല. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പം വെള്ളം തട്ടുമ്പോൾ കളറ് പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നൊന്നും പോവില്ല, വെള്ളത്തിൽ കഴുകിയാലൊക്കെ ആ കളറ് നമുക്ക് പോകും. അതുകൊണ്ട് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിങ്ക് കളറ് ഇനാമൽ പെയിൻറ്റ് ഇല്ല, അക്രിലിക് പെയിൻ്റാണുള്ളത്. ഞാൻ അത് വെച്ചാണ് പിങ്ക് കളറ് കൊടുക്കുന്നത്. ഈ ലോട്ടസ് അധികം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുക. മുങ്ങിപ്പോകുമ്പോൾ മാത്രമേ ഈ കളർ ഫേഡാവുന്ന പ്രശ്നമുള്ളൂ. അപ്പം ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കളറ് വാങ്ങാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നന്നായി ഈ പിസ്ത ഷെല്ലിൻ്റെ ഉള്ളിലൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധിച്ച് ഒന്നും ഇളകിപ്പോകാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്നൊന്നും ഇളകിപ്പോകില്ല, നമ്മൾ നന്നായി സ്റ്റിക്ക് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒന്നാമത്തെ ലോട്ടസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2 ലോട്ടസിനെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതും ശ്രദ്ധിച്ച് ചെയ്യുക. മുഴുവനായിട്ട് പെയിൻറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഇത് ഞാൻ സെൻറ്ററിൽ യെല്ലോ കളറൊന്നും കൊടുക്കുന്നില്ല, കാരണം അത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെറും ഡാർക്ക് പിങ്ക് കളറ് മാത്രം കൊടുക്കുക. ഞാനിത് 4 ലോട്ടസിനും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 വലിയ ലോട്ടസും 2 ചെറിയ ലോട്ടസും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിതെങ്ങനെ ഒരു കുഞ്ഞു താമരക്കുളമൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിതിനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ വെസലൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഇതേപോലെ ഉരുളി എടുത്ത് അതിലേക്ക് ഞാനിനി വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എങ്ങനെ ലോട്ടസ് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെയുള്ള ട്രാൻസ്പാരൻ്റ് ഷീറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിന് ഇതേപോലെ സർക്കിൾ ഷേപ്പിൽ ഇതിൻ്റെ സർക്കംഫറൻസിനെ കവർ ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഇതേപോലെ വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. അപ്പം വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലും ലഭിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നില്ലേ, ആ ഷീറ്റിനെ നമ്മൾ പുറത്ത് കാണുന്നതേ ഇല്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ലോട്ടസ് ഫ്ലവേഴ്സിനെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഗ്ലാസ് ഷീറ്റ് വെച്ചത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റിന് ഒരു കുറവും വരുന്നില്ല. നല്ല രീതിയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അതേ ഫീല് നമുക്ക് കിട്ടും. എങ്കിലോ നമ്മുടെ ഈ ലോട്ടസ് ഫ്ലവേഴ്സ് വെള്ളം നനയുന്നതുമില്ല. ഇപ്പോൾ വെള്ളവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും വരാത്തത് കൊണ്ട് പശ അടന്നു പോവുകയുമില്ല. അതുമാത്രമല്ല പെയിൻറ്റും പോകുന്നില്ല. അപ്പം നല്ല രീതിയിൽ നല്ല എഫക്റ്റുള്ള നല്ല ഒരു ലോട്ടസ് പോണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ